നമുക്ക് സിമ്പിളായിട്ട് മത്തി വറ്റിച്ചത് അല്ലെങ്കിൽ ചാള മുളകിട്ടത് ഉണ്ടാക്കാം. സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, വേഗം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഒരു ദിവസം മുമ്പ് ഉണ്ടാക്കി വറ്റിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പം വെളിച്ചെണ്ണയിൽ ഉലുവയിട്ട് പൊട്ടിക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, അരിഞ്ഞത് അതിലേക്ക് ഇടാം. എന്നിട്ട് അതിൻ്റെ ചെറുതായിട്ടൊന്ന് പച്ചമുളക് നിൽക്കുക, ഒന്ന് മാറണം, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ആർക്കും ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം. ചെറിയ ഉള്ളി കുറച്ച് വട്ടത്തിലരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മളിങ്ങനെ മൂപ്പിക്കുന്നതുകൊണ്ട് അത് എത്ര ദിവസം വേണമെങ്കിലും കേടാണ്ടിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. വേറെ ഒന്നും നമ്മൾ പൊടികളാട്ടിൽ ചേർക്കില്ല. അതായത് മല്ലിപ്പൊടി, മസാലപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കില്ല കേട്ടോ. ചെറിയൊരു പീസ് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നതാണേ. ഇനി പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം കുടംപുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ മാത്രം മീനിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കുക. മീനിട്ട് ഞാനിപ്പോൾ ചാളയാണ് ഇട്ടിരുന്നത്, അപ്പം ഞാനൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് അതിൽ ഉപ്പും പുളിയും പിടിച്ചു കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് നേരിയ തീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ചാളയ്ക്കൊന്നും അധികം നോക്ക്, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ പരുവത്തിനനുസരിച്ച് വറ്റിച്ചെടുക്കുകയും കുറച്ച് ചാറോടുകൂടി കഴിക്കുകയും അങ്ങനെ വേണം ചെയ്യാൻ. നല്ല കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. ഇതേപോലത്തെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ പൊളി സാധനമാണ് കേട്ടോ.